നോക്കിയാൽ മതി. കോഴിക്കോട് അപ്പോൾ ഇതാ ടൈം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. 7 മണിക്ക് നമ്മളിതാ ഞാൻ പോവുകയാണ്. എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ സ്റ്റോർക്ക് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മോർണിംഗ് തന്നെ ഇറങ്ങിയാലേ നമുക്ക് ഈവനിങ് ഒരു 10 മണിയൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. നല്ല ക്രൗഡ് ആയിക്കാരം. ഇന്ന് മാർക്കറ്റ് ഓൺ ആവുന്ന ദിവസമാണ്. എന്ന് പറഞ്ഞാൽ നല്ല പുതിയ സ്റ്റോക്കൊക്കെ വരുന്നതാണ് തിങ്കളാഴ്ച കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ പോവുകയാണ്. എൻ്റെ വീട്ടിൽ കയറിയതിന് ശേഷമാണ് പോകുന്നത്. ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിതാ ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ പോകുന്ന ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ക്രൗഡായിരിക്കും. അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റോക്കും വരുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ടയർഡായിട്ട് നോമ്പൊക്കെ എടുത്തിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും ജനങ്ങളുടെ ഓരോ പീസ് നമുക്ക് വേണ്ടത് വലിച്ചെടുത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങോട്ട് എങ്ങനെ വീട്ടിലേക്ക് എത്തിയെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ വഴിയിൽ നിന്ന് തല മിന്നി ആകെ ഒരു വിധമായിട്ടുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം നമ്മൾ 4 മണിക്കാണ് വീട്ടിലെത്തിയിട്ടുണ്ട്. അതിന് ശേഷം ഇതാ 10 മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെസ്റ്റ് എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോരുന്ന വഴിയിൽ ഇതാ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ജ്യൂസ് മുന്തിരി. അപ്പോൾ ഇതുകൊണ്ട് അടിപൊളി ഒരു ഡ്രിങ്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മുന്തിരി നമ്മൾ സാധാ രീതിയിൽ ജ്യൂസ് അടിക്കുന്നതായിട്ടും അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വേവിച്ചിട്ട് അടിച്ചാൽ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് അതിലത്തെ ആ ഒരു കെമിക്കലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും പൊടിയുള്ളൊരു സംഭവമാണ് നമ്മുടെ മുന്തിരിയിലുള്ളത് അല്ലേ. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ എന്തിനാണ് മഞ്ഞൾപ്പൊടി ഇടണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. അപ്പം ഞാൻ ഇതിൻ്റെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെക്കാറുണ്ട് കേട്ടോ. എന്നാലും ഫുള്ളായിട്ട് പോകില്ല, എന്നാലും നമുക്കൊരു സമാധാനത്തിന് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലത്തെ സംഭവമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുക. അതിനുശേഷം ഇതാ 10 മണി സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് പത്തിരിയാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് പല വെറൈറ്റി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും പത്തിരി മതി എന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മൾ 10 മണിക്ക് നിൽക്കുകയാണ്. ഉമ്മ ദാ അവിടെ ചുടുന്നുണ്ട്, ഞാനിവിടെ ഇതാ പരത്തി കൊടുക്കുന്നുണ്ട്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്പീഡിൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് കഴിയും. ഞങ്ങളിവിടെ കിച്ചണിലേക്ക് വരില്ലെന്ന് പറഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-4:30 ആ ഒരു ടൈമിലാണ് അടുക്കളയ്ക്ക് വരാറ്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നോക്കാറ്. അപ്പം ഞാനിതാ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. സാധാരണ ഇക്കയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കാറ്. ഇക്ക അവിടെ പുറത്ത് ടീ കൂട്ടിയതിന് ശേഷം അതിൽ ഒരു കുടുക്ക വെച്ചിട്ടാണ് ചെയ്യൽ. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു നമുക്ക് ഇത്രയും സിമ്പിളായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുക്കറിലാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ കുക്കറിൽ ചെയ്തെടുക്കുന്നത്. പക്ഷേ അത് സക്സസ് ആയി, പെട്ടെന്ന് നമുക്ക് പരിപാടി ചെയ്യും കേട്ടോ. അപ്പം ഞാനിത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വീണ്ടും വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഞാനൊരു 3 വിസിൽ വരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ ഉമ്മ അതവിടെ പത്തിരിങ്ങ ചുട്ടുകൊണ്ട് എൻ്റെ പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ ഇതൊക്കെ എന്താ സുഖമല്ലേ എന്നൊക്കെ. ഉമ്മാക്ക് സുഖമാണ്, ഇവിടെ എല്ലാവർക്കും സുഖമാണ്, സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും നോമ്പിൻ്റെതായിട്ടുള്ള ക്ഷീണം എല്ലാവർക്കും ഉണ്ട്, അതുപോലെ നമുക്ക് ക്ഷീണമുണ്ട്. പിന്നെ ഇന്ന് ഞാൻ എക്സ്ട്രാ ടയർഡായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന മാതിരിയല്ല, ഈ ഒരു ചൂടത്ത് നമ്മൾ രാവിലെ ടൗണിൽ പോയി പർച്ചേസിങ്ങും ഈ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നമ്മൾ ഓരോന്ന് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഭയങ്കര പണി തന്നെയല്ലേ. അപ്പം നമ്മുടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽവാഴയ്ക്കാണ് കേട്ടോ. അപ്പം നമ്മൾ മുന്തിരി ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിലതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തതാണ്. അപ്പോൾ ഉമ്മയാണ് കേട്ടോ ഇന്ന് പാൽവാഴയ്ക്ക ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ നല്ല ടയർഡായെന്ന് ഉമ്മക്കറിയാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള പാൽവാഴയ്ക്ക ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ ഇന്നലെ ഉപ്പ കൊണ്ടുവന്നതായിരുന്നു പാൽവാഴയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴം. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ റോളാണ് കേട്ടോ. കാരണം ഞാൻ അത്രയും ടയർഡായിട്ടുണ്ട്. നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് ഇത്രയും റിസ്ക് എടുത്ത് വെയിലായിരുന്നു അങ്ങോട്ട് പോകുന്ന ടൈമിൽ. ഞാനൊരു 2:30ക്കാണ് റിട്ടേൺ വരുന്നത്. അപ്പോൾ ആ ഒരു വെയിൽ കൊണ്ടിട്ട് എനിക്ക് നല്ല ടയർഡ്. ഞാൻ നോമ്പറന്നതിന് ശേഷം ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചതിന് ശേഷം ഛർദ്ദിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കിടത്തം കിടന്നതാണ്. പിന്നെ 9 മണിക്കാണ് നമ്മൾ പത്തിരി ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടോ. അത്രയും ഞാൻ തലവേദനയൊക്കെ ആയിട്ട് കിടന്നതാണ്. അപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഹെൽത്ത് ഇന്നലെ ഓക്കെ അല്ലായിരുന്നു, ഇപ്പോഴും ഓക്കെ അല്ല. പലിശക്കൊക്കെ എനിക്ക് തലവേദന തന്നെയായിരുന്നു. പിന്നെ ടാബ്ലറ്റ് കുടിച്ചിട്ട് ഇതാ നോമ്പെടുത്തതാണ് വീണ്ടും. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ഇതായിപ്പോയി. കാരണം നമ്മൾ നമുക്ക് ഏതൊരു ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം മുന്നുള്ള ഫീൽഡാണ്. അപ്പോൾ നമ്മുടെ സീസണല്ല, അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ നല്ല
ടയേർഡായൊരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ എന്തായാലും ഇതാ ഉമ്മ ഇതാ പാൽവായ്ക്കയ്ക്ക് വേണ്ടിയിട്ട് ഇതാ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ കളക്ഷൻ ഇതാ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് നമ്പറും കൊടുക്കുക. അപ്പോൾ വേണ്ടവർ നമ്മൾ ഇൻസ്റ്റഗ്രാമത്തെ ഫോട്ടോ സ്ക്രീൻഷോട്ടാക്കി വാട്സപ്പിൽ അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റ വഴി നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഇന്ന് വന്ന കളക്ഷൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ നമുക്ക് അതിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ലേറ്റസ്റ്റ് കളക്ഷനാണ്, അടിപൊളിയായിട്ടുള്ളതാണ്. ഹെവി പാർട്ടി വെയർ ഉണ്ട്, നോർമലി ഉണ്ട്, എല്ലാം കുറഞ്ഞ പ്രൈസിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. അതിലേക്ക് നമ്മൾ സബൂനരി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇതാ പഴം ആഡ് ചെയ്തെടുത്തത് നല്ല രീതിയിൽ ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇളക്കാഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിതാ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പാൽവായ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവിടെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. പിന്നെ ഉപ്പാക്ക് നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ മധുരം ഇല്ലാത്തത് മാറ്റി വെക്കാറാണ്, കാരണം ഉപ്പ എല്ലാം ഫുഡും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്, ഷുഗർ കുറച്ചുണ്ട്. അപ്പോൾ അതുകൂടി ആണ്. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ അതിലേക്ക് തൂമ്പിച്ചെടുക്കുകയാണ്, വലിയ ഉള്ളി ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോരുന്ന വഴിയിൽ ഇടവണ്ണപ്പാറ എത്തിയപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ നോമ്പ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്, നമ്മൾ തന്നെ ഉണ്ടാക്കാറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നമ്മൾ ഉണ്ടാക്കിയത് കഴിക്കാമല്ലോ എന്നുള്ള ഇതാണ് ഉപ്പ. അപ്പോൾ അതിനുള്ള ഉപ്പ ഇക്കൊക്കെ എല്ലാം കൊണ്ടു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറാണ്. പക്ഷെ ഇന്നത്തെ എൻ്റെ ഈ അവസ്ഥയിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ഒരുപാട് വെറൈറ്റി റെസിപ്പിയൊക്കെ ആയിട്ട് കാണിക്കും കേട്ടോ. വന്നതിന് ശേഷം ഞാനിതാ 10 മണീൻ്റെ ഇടയിൽ ഞാൻ തിരുമ്പാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഉണങ്ങിയതിന് ശേഷം ഞാനിതാ പുറത്തിടാണ്. കാരണം നമുക്ക് രാവിലെ തിരുമ്പാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ രാവിലെ 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് അലക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. വന്നിട്ട് അലക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവർക്കും അർജൻറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇക്കാൻ്റെ എൻ്റെ ഹസ്ബൻഡ് തന്നെ ഉണ്ടാവുള്ളൂ. ഉമ്മാൻ്റെ ഉമ്മ അലക്കും, ഉപ്പാൻ്റെ ഉപ്പ അലക്കും. എല്ലാവരും അവനവൻ്റെ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അവർ ആദ്യം അങ്ങനെ ചെയ്യുന്നതാണത്. നമുക്കിന്ന് അലക്കാനൊന്നും തരില്ല. ഉപ്പി അങ്ങനെ തന്നെ ജോലി റിട്ടയർഡ് ആയതിന് ശേഷം ഉപ്പാൻ്റെ തന്നെ അലക്കുന്ന. ഉപ്പ രാവിലെ എണീറ്റതിന് ശേഷം അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പാൻ്റെ ബാക്കിയുള്ള പരിപാടികൾ എടുക്കുള്ളൂ. കാരണം ഉപ്പ മാഷല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ചിട്ടയിൽ ഇങ്ങനെ നടക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ ടൈം വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ കാര്യങ്ങൾ ഒരു വിധക്ക് ഉപ്പ നോക്കും കേട്ടോ. രാവിലെ എണീറ്റിട്ട് അലക്കേണ്ടത് അലക്കിയിടും. പിന്നെ അങ്ങനെ ഒരു നമ്മുടെ എല്ലാവരും ബുദ്ധിമുട്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറേ പണിയൊക്കെ ഭാരം കുറയും കേട്ടോ. അപ്പോൾ ഇതാ മുന്തിരി വിടതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതാ വെന്ത് ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 വിസിലിന് ഓഫ് ചെയ്തതാണ്. നല്ല അടിപൊളി കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മളിത് അരിപ്പയിലേക്ക് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഡയലൂട്ട് ചെയ്തിട്ടാണ് ജ്യൂസാക്കി എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കുടിക്കണമെന്നില്ല, കാരണം ഇത് അതിൻ്റെ സത്താണ്. നമ്മൾ ഏകദേശം 2 കിലോനാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ തണുത്ത വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസത്തിനുണ്ടാവും. ഞാനിപ്പോൾ ഇത് ചെയ്തതിന് ശേഷം 3 ബോട്ടിൽ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡയറക്റ്റ് നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നതായിട്ടും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് പുതിനൻ്റെ ഇല ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ആഡ് ചെയ്തെടുത്തിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി കുടിക്കുന്ന സംഭവം തന്നെയാണ്. ഇനി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കുടിക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വെള്ളം തന്നെയാണ് കേട്ടോ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ചൂടത്ത് നമുക്ക് ആദ്യം വേണ്ടി കുറേ ഗ്ലാസ് വെള്ളമാണ്. അത് ഏകദേശം കുടിക്കുമ്പോൾ 10 ഒന്നും കഴിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്രം നിറയെ വെള്ളം ഉണ്ടാക്കാറുണ്ട്. അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചെമ്പട്ടി കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ജഗ്ഗിലൊന്നും ഇവിടെ ആർക്കും അതൊന്നും പോരാ കേട്ടോ, ഒരുപാട് വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വലിയൊരു ട്രയലൊക്കെയാണ് ജ്യൂസൊക്കെ കലക്കി വെക്കാറ്. കാരണം ഇതൊക്കെ ഒരൊറ്റ ഇതുകൊണ്ട് എല്ലാവരും കുടിച്ച് തീർക്കിട്ടോ. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ എല്ലാ റെസിപ്പി ഇവിടെ ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മളെല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ മുന്തിരി ജ്യൂസ് ആയിട്ടുണ്ട്. നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് കട്ട്ലേറ്റ്, അതുപോലെ ചിക്കൻ റോളും, പിന്നെ നമ്മുടെ ഉന്നക്കായാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പാൽവായ്ക്കും എല്ലാം അങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. തറാവി
കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ ഇക്കാൻ്റെ സാലഡൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക അതൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇതാ അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കാണിച്ച പോലെ ആ ഒരു മെഷീനിൽ അതിൻ്റെ നീര് മാത്രം എടുത്തതാണ്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് കഴിച്ചതിന് ശേഷമാണ് കിടക്കുന്നത്. അപ്പോൾ തറാവി കഴിഞ്ഞ് നല്ല ക്ഷീണത്തോടെ വന്നാൽ പിന്നെ ഇക്കാൻ്റെ ബാക്കിയുള്ള പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്ക തന്നെ ജ്യൂസ് അടിച്ചെല്ലാം സെറ്റാക്കിയതിന് ശേഷം എന്നെ വിളിച്ചതാണ്. അല്ലെങ്കിൽ ഞാനാണ് ചിലപ്പോൾ സാലഡിന് അരിഞ്ഞു കൊടുക്കാറ്. കാരണം ഞാൻ മെഷീനിലിട്ട് അരിയുന്നതുകൊണ്ട് പെട്ടെന്ന് പരിപാടി ചെയ്യും. മറ്റേ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്നാക്കി ഇങ്ങനെ നുറുക്കിയെടുക്കണ്ടേ. അപ്പോൾ ഇക്ക എനിക്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇക്ക തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മുടെ പത്തിരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്നാക്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടും എനിക്കത് കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനി നമ്മുടെ ഓൺലൈൻ സ്റ്റോർക്ക് വന്ന ബണ്ടിൽ ഇതാ ഞാൻ പൊളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിന് ഇനി ഫോട്ടോഷൂട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലാം നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ആകെ പോയിട്ടുണ്ട്, ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം ഇന്നലത്തെ വെയിൽ നല്ല ശരീരത്തിന് പിടിച്ച ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ വന്ന സ്റ്റോക്കുകളാണ്. നമ്മൾ ഒരുപാട് ഐറ്റംസ് റിപ്പീറ്റ് ചെയ്തിട്ട് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആ ഒരു ഐറ്റം നല്ല മൂവിങ് ആണ്, എപ്പോഴും ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി പാർട്ടി വെയർ വന്നിട്ടുണ്ട്. അതും നല്ല റേറ്റ് കുറവിനാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പുതിയ സ്റ്റോക്ക് കുറേ എത്തിയിട്ടുണ്ട് ഇന്ന്. അപ്പം അതെല്ലാം നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിമും അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആയിട്ടുള്ള അഫോർഡബിൾ 1600, 700, 1500, 1300 ആ റേറ്റിലൊക്കെ നല്ല പാർട്ടി വെയർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്ന് വന്ന ലേറ്റസ്റ്റ് കളക്ഷനാണ്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ബുക്ക് ചെയ്യുക. എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആൻഡ് ഷെയ്ഡ് ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ ഇന്നലെ ഈ ഐറ്റംസൊക്കെ വന്നിട്ടുള്ളത് ഒക്കെ പുതിയ സ്റ്റോക്കാണ്. അപ്പോൾ ഇന്ന് അയക്കാനുള്ളതാണ് കേട്ടോ. ഇത് തെങ്ങി പാക്ക് ചെയ്ത് ഇപ്പോൾ കൊറിയർ ഓഫീസിൽ പോകണം. ഐറ്റം ഒരുപാട് നമ്മൾ സ്റ്റോറിൽ ഇറക്കിയിട്ടുണ്ട്. ഇത് റീസ്റ്റോക്ക് ഐറ്റംസ് ആണ്, ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് ഓർഡർ വരുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് അയക്കാൻ വേണ്ടിയിട്ട് പാക്കിങ്ങിലുള്ളതാണ് കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ വരുന്നതിൻ്റെ കുറേ മുന്നേ ഉള്ളതാണ്. ഏകദേശം ഒരു 5-6 വർഷം മുന്നേ ഉള്ളതാണ് എൻ്റെ ഈ ഒരു സ്റ്റോർ. എല്ലാ ടൈമിലും നമ്മൾ സ്റ്റോറിൽ ഡ്രസ്സ് അവൈലബിൾ തന്നെ ആയിരിക്കും. ഏത് തരം ഡ്രസ്സും നമ്മൾ സ്റ്റോക്ക് വെക്കാറുണ്ട്. ഹെവി ആണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് വെസ്റ്റേൺ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഹോസ്പിറ്റൽസിൽ ഏകദേശം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഇതാ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നും കൊണ്ടുവരില്ല, ഒരു ഏകദേശം ഒരു കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ട് അത് വീണ്ടും ആവശ്യമുള്ളതിനനുസരിച്ച് ഒരുപാട് വെറൈറ്റി കൊണ്ട്, കാരണം നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ട് എന്നും നമ്മൾ പല പല വെറൈറ്റി ആയിട്ട് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കാറ്. ഒരേ ഐറ്റം തന്നെ ഒരുപാട് സെറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് കാര്യമില്ല. ചില ആൾക്കാർക്ക് പുതിയ പുതിയ കളക്ഷൻ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചുള്ളതൊക്കെ നമ്മൾ സ്റ്റോറിൽ നമ്മൾ വരുത്താറുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല, ഓരോന്നിനും ഓരോ റൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വാട്സപ്പ് വഴി സ്ക്രീൻഷോട്ടാക്കി ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയും ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സാണ്, അത് നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ഒന്നും നമ്മൾ കൊടുക്കുന്ന റേറ്റിന് ഏത് ഷോപ്പിലും കിട്ടൂല കേട്ടോ. അത്രയും നല്ല പാർട്ടി വെയർ ഐറ്റംസാണ്, നല്ല മെറ്റീരിയലാണ് ഈ കാണിക്കുന്നതൊക്കെ. All I want, me and
കൊറിയറൊക്കെ നമുക്കൊന്ന് അയക്കാനുള്ളതാണ്. ഈ ഐറ്റംസാണ് നമ്മൾ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ഇട്ട് ഇപ്പോഴും ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും കുറച്ച് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി പാക്കിങ്ങിന് ഇരിക്കണം. പിന്നെ കുറച്ച് ഇവിടെ ഉണ്ട് കേട്ടോ, ചാക്കിലാക്കി ഇവിടെ വെച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചാക്കിലുണ്ട്. ഇതിൽ ഹെവി പാർട്ടി വെയർ ആണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ ഇവിടെ എല്ലാം കൂടി ഇട്ടി വെച്ചതാണ്.